എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഡ്രീമിംഗ് മിറേഴ്സ് എൻ്റർടൈൻമെൻറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചീസ് എങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനാവശ്യം ഒരു പാക്കറ്റ് പാലും കുറച്ച് വിനാഗിരിയുമാണ്. ആദ്യം നമ്മൾ പാലിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് ചൂടാക്കാൻ വയ്ക്കാം. പാൽ ഒരുപാട് തിളച്ച് പൊന്തി വരേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ കൈ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാവുന്നൊരു ചൂട്, അതാണ് ഇതിൻ്റെ ഒരു കണക്ക്. പാൽ നമ്മൾ എടുത്ത് മാറ്റി കഴിഞ്ഞു. ഇനി അതിലേക്ക് നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിവിടെ 2 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുക്കുമ്പോൾ മുതൽ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ 2ാമത്തെ സ്പൂൺ വിനാഗിരി കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ മാക്സിമം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ കുറേ നേരം ഇളക്കിയതിന് ശേഷം നമുക്കിത് ഇങ്ങനെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പാല് മുഴുവൻ ഇതേപോലെ പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ കാണാം, ഇപ്പം പാലിൻ്റെ ആ ഒരു ടെക്സ്ചർ മുഴുവൻ മാറി ബാക്കി വരുന്ന വെള്ളം ഒരു ലൈറ്റ് മഞ്ഞ അല്ലെങ്കിൽ ഒരു ലൈറ്റ് പച്ച നിറത്തിലാണ് കാണുന്നത്. നമുക്കിങ്ങനെ പിരിഞ്ഞ് കിട്ടിയത് നമുക്ക് ഒന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മളത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ്. ഈ ബാക്കി വരുന്ന ഈ വെള്ളം കളയരുത്, അത് നമുക്ക് ബാക്കി പ്രോസസ്സിന് ആവശ്യമുള്ളതാണ്. നമുക്കിനി പിരിഞ്ഞ് കിട്ടിയ ഒരു ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം, നന്നായി പ്രസ് ചെയ്തിട്ട്. ഇതിലെ ഓരോ പ്രോസസ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രോസസ്സ് തെറ്റിയാൽ പോലും നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് കിട്ടുന്ന ചീസിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് വളരെ മോശമായിരിക്കും. അപ്പം ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാൻ. ഈ ബാക്കി വരുന്ന ഈ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ആ വെള്ളം നമുക്കൊന്ന് ചൂടാകാൻ വയ്ക്കാം. അത് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കൈക്ക് സഹിക്കാൻ പറ്റാവുന്ന ചൂട് മാത്രം മതി അതിന്. അത്ര ആയിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഈ പിരിഞ്ഞ് കിട്ടിയ ഇത് നമുക്കിതിലേക്ക് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി നമ്മളത് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഈ ഒരു പ്രോസസ്സ് നമ്മളൊരു ചുരുങ്ങിയതൊരു 7 മിനിറ്റെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നമ്മളിത് ചെയ്ത് കൊടുക്കണം. നമ്മൾ വീണ്ടും ഡിപ്പ് ചെയ്ത് വീണ്ടും ഷേപ്പാക്കി എടുക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വിനാഗിരി ഒരു ആസിഡാണ്. അപ്പോൾ ഈ ആസിഡ് ഈ പാലിലേക്ക് ഒഴിക്കുമ്പം ഈ ആസിഡിൻ്റെ മോളിക്യൂൾസും പാലിൻ്റെ മോളിക്യൂൾസും തമ്മിൽ, അഥവാ തന്മാത്രകൾ തമ്മിലുണ്ടാകുന്ന രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ പാല് നമുക്കിങ്ങനെ പിരിഞ്ഞ് കിട്ടുന്നത്. അപ്പം ആ ഒരു രാസപ്രവർത്തനം കുറച്ചുകൂടി വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹീറ്റ് അഥവാ താപം നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് നല്ല തണുത്ത വെള്ളത്തിൽ അഥവാ ഐസ് ക്യൂബ് ഇട്ട വെള്ളത്തിൽ നമ്മൾ വീണ്ടും ഇത് മുക്കിയെടുക്കുകയാണ്. നന്നായി മുക്കിയ ശേഷം ഇത് വീണ്ടും നമുക്ക് റൗണ്ട് ചെയ്ത് നമുക്ക് വീണ്ടും ഷേപ്പാക്കി എടുക്കണം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇത് നമുക്കൊരു 10 മിനിറ്റോളം നമുക്കിത് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞത് ഇങ്ങനെയാണ് കിട്ടുക. നമുക്കതൊരു കവറിലേക്ക് മാറ്റാം. കവർ നമ്മൾ നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതിൽ എയർ കിടക്കില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുന്ന രീതിയിൽ നമ്മൾ ടൈറ്റായിട്ട് ഫോൾഡ് ചെയ്യുക. ഇനി ഫോൾഡ് ചെയ്തത് നമുക്ക് നേരെ ഫ്രീസറിലേക്ക് വെക്കാം. നന്നായിട്ടൊന്ന് തണുത്ത് വരേണ്ടതുണ്ട്. അപ്പോൾ അത് കെട്ടി വയ്ക്കുമ്പോൾ സൂക്ഷിക്കുക, അതിൽ എയർ കിടക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
അപ്പോൾ ഒരു 2 മണിക്കൂറിന് ശേഷം നമ്മളത് വീണ്ടും എടുക്കുകയാണ്. ഇപ്പം ചീസ് നന്നായിട്ട് ഫ്രീസായിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ കട്ടായി വരുന്നുണ്ട്. അപ്പം ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് ചീസ് കിട്ടിയിരിക്കുന്നത്. അപ്പം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു സംഭവമാണ് ചീസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഒപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.